വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ് അക്കാഡമിക്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. സോ മക്കൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചോദ്യം ഇതാണ്, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം നന്നായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ. ഇവിടെ കുട്ടികൾ ഏത് റോഡ് നിയമമാണ് തെറ്റിച്ചത്, ഇത് പാലിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് അല്ലെ. ഒബ്സർവ് ദ പിക്ചർ, വിച്ച് റോഡ് സേഫ്റ്റി റൂൾ ഈസ് വയലേറ്റഡ് ബൈ ദ ചിൽഡ്രൻ. അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ ഇതാ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ കൈയും തലയൊക്കെ പുറത്തിടുന്നത് നിങ്ങൾ കാണുന്നില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നാമത്തേതിന്റെ ഉത്തരമായിട്ട് ഞാൻ ഇവിടെയാണ് എഴുതുന്നത്. ദേ പുട്ട് ദർ എന്താണ് ഹാൻഡ് അല്ലെ, ഹാൻഡ് ആൻഡ് ഹെഡ് ഔട്ട് അല്ലെ. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ കൈയും അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, തലയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തിടുന്നുണ്ട് അല്ലെ. അങ്ങനെ പുറത്തിടാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ, അത് നമുക്ക് അറിയാം. ടു പ്രിവെന്റ് ആക്സിഡൻസ് അല്ലെ, അപകടം സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യം കൂടെ നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, നാം പാലിക്കേണ്ട മറ്റൊരു റോഡ് നിയമം എഴുതുക. റൈറ്റ് എനി വൺ റോഡ് സേഫ്റ്റി റൂൾ വിച്ച് വി ഷുഡ് ഒബേ. ഏതെങ്കിലും ഒരെണ്ണം മതി. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ അല്ലെ നമ്മൾ പറയാറുണ്ട്, റോഡിന്റെ എന്താണ് വലതുവശം ചേർന്ന് നടക്കണം. ഒരു റൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, സീബ്ര ലൈൻ യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് അത് എഴുതാം. ഇവിടെ എന്താണ്, ക്രോസ് ദ റോഡ് അല്ലെ, ക്രോസ് ദ റോഡ് എന്താണ്, ക്രോസ് ദ റോഡ് എലോങ് ഇവിടെയാണ് ദ സീബ്ര ലൈൻ അല്ലെ. സീബ്ര ലൈനിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് തന്നെ എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ ഏത് റോഡ് നിയമം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ, സീബ്ര ലൈനിന്റെ കാര്യമാണ്. സീബ്ര ലൈനിലൂടെ മാത്രം റോഡ് ക്രോസ് ചെയ്യണം, റോഡ് മുറിച്ച് കടക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം വലതുവശം ചേർന്ന് നടക്കുക എന്നോ അതല്ല കൂട്ടം കൂടി നടക്കരുത് എന്നോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റോഡ് നിയമം ട്രാഫിക് സിഗ്നൽ പാലിക്കണം എന്നോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്റെ മക്കൾ ശ്രദ്ധിക്കുക കേട്ടോ. ചുവടെ നൽകിയിരിക്കുന്ന ട്രാഫിക് അടയാളങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പൊ നമുക്കറിയാം, ഇവിടെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി, സ്കൂളാണ് അല്ലെ. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് ഉത്തരം എഴുതുമല്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കണം. അതായത് കുറെ ഓപ്ഷൻ തന്നിട്ട് അതിനകത്ത് നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള ചോദ്യമാണ്. നോക്കിയാൽ കുട്ടികൾ ഓടാൻ പാടില്ല, ഇവിടെ ക്രോസ് ചെയ്യാവുന്നതാണ്, അടുത്ത് സ്കൂൾ ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് കിട്ടിയല്ലേ, അടുത്ത് സ്കൂൾ ഉണ്ട്. ഇംഗ്ലീഷ് മിസ് കാണിച്ചു തരാം കേട്ടോ. ഐഡന്റിഫൈ ദ പർപ്പസ് ഓഫ് ദ ട്രാഫിക് സൈൻ ഗിവൺ ഹിയർ എന്നാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്കറിയാം സി അല്ലേ, ദർ ഈസ് എ സ്കൂൾ നിയർ ബൈ. അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. പക്ഷെ അതിന് വീണ്ടും അവിടെ ഇതാ ചോയ്സ് ഉണ്ട്. കണ്ടോ നിങ്ങൾ, എ ആൻഡ് ബി ആർ കറക്റ്റ്, സി ഈസ് കറക്റ്റ്, ബി ആൻഡ് ഡി ആർ കറക്റ്റ്, ഡി ഈസ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ കണ്ടോ. അപ്പൊ നമുക്ക് മനസ്സിലായി സി അല്ലേ ഇവിടെ കറക്റ്റ്. അപ്പൊ സി ഈസ് കറക്റ്റ് എന്ന് പറയുന്നത് ഏത് നമ്പർ ആണ് ഇടാ, സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ സെക്കൻഡ് വൺ ആണ് ഇവിടെ എന്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതാ ഈ ബോക്സിൽ ഞാൻ 2 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. രണ്ടാമത്തതാണ് നമ്മുടെ എന്ത് ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇത് സംഭവം ചോദ്യം വളരെ സിമ്പിൾ ആണ്. പക്ഷെ ആ ചോദിച്ചിരിക്കുന്ന ശൈലിയാണ് എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പാരന്റ്സും ആലോചിക്കുക, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്, പാറ്റേൺ മാറ്റിയിരിക്കുന്നത്. എല്ലാ ഇയേഴ്സ് അതായത് എല്ലാ ക്ലാസ്സുകളിലും ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെടുത്ത് കടന്നു വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണേ നിങ്ങൾ, പ്രസ്താവനയും കാരണവുമാണ്. പ്രസ്താവന എന്താണെന്നറിയോ, കാൽനട യാത്രക്കാർ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. കാരണം പറഞ്ഞത് എതിരെ വരുന്ന വാഹനങ്ങൾ കാണുന്നതിന് ഇത് സഹായകമാകുന്നു. പെഡസ്ട്രിയൻസ് ഷുഡ് വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. റീസൺ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു സീ ദ വെഹിക്കിൾസ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന രണ്ടും ശരിയാണ് അല്ലേടാ. ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും അതിന്റെ റീസണും ശരിയല്ലേ. നമുക്കറിയാം പെഡസ്ട്രിയൻസ് അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ വലതുവശം ചേർന്ന് നടക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അല്ലെ. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ കറക്റ്റ് അല്ലെ. അപ്പൊ ഡി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. പ്രസ്താവനയും കാരണവും എന്താണ് ഈ തന്നിരിക്കുന്നതിൽ ശരിയാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്താവനാ ചോദ്യങ്ങൾ ഒരുപാട് തന്നെ നമ്മൾ ഈ ഒരു വർഷം പ്രതീക്ഷിക്കണം. എവിടെ നിന്നും പ്രതീക്ഷിക്കണം. ചോദ്യം കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. വായിച്ചിട്ടില്ലെങ്കിലാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുക. നമ്മൾ ഒറ്റയടിക്ക് ഒരു കാര്യം എഴുതാൻ പോകുമ്പോഴാണ് തെറ്റിപ്പോവുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതുക. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മക്കളെ 3ാം ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് 4ാം ക്ലാസ്സിലേക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രാണ ബാച്ച് ആണ്. പ്രാണ ബാച്ചിൽ ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് എജു ഫസ്റ്റ് ഓഫർ
10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്കറിയാം 4ാം ക്ലാസ്സിൽ നമുക്ക് സ്കോളർഷിപ്പ് എക്സാം ഒക്കെ വരുന്നുണ്ട്. സോ നേരത്തെ കൂട്ടി തന്നെ നമ്മൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സിലബസ് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ 3ാം ക്ലാസ്സിലെ ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ, ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് എല്ലാ ക്ലാസ്സുകളിലും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് 2 ബാച്ചിൽ തന്നെ 2 പ്ലാൻ ഉണ്ട്. ബേസ് പ്ലാനും ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാനും. പ്രൈസിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ബേസ് പ്ലാനിൽ നോർമലി നമുക്ക് വേണ്ട ലൈവ് ക്ലാസ്സുകളും അതിന്റെ നോട്ട്സും അത് കഴിഞ്ഞിട്ട് ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റുകളും അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ ഇൻഫിനിറ്റി ബാച്ച്. നമ്മുടെ പേൾ വീഡിയോസ് ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന അപ്കമിങ് ബാച്ചസ് ആയിക്കോട്ടെ, എൻ ഗെയിം ബാച്ചസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ആക്സസ് കിട്ടണമെങ്കിൽ, ഒരുമിച്ച് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റിയിലേക്ക് മാറാവുന്നതാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കും ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യാനുള്ള അവസരവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതാ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത് ഇതാ നമ്മുടെ സ്മാർട്ട് വാച്ചിന്റെ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇതാ ഏപ്രിൽ 20 ഉള്ളിലാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് എന്ത് കിട്ടുന്നുണ്ട്? സ്മാർട്ട് വാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഏപ്രിലിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുകയാണ്. അടിപൊളിയായിട്ട് എക്സാം ഒക്കെ സൂപ്പർ ആയിട്ട് എഴുതിയിട്ട് അടുത്ത നമ്മുടെ പ്രാണ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ബൈ.